ഇടുക്കി അടിമാലിക്ക് സമീപം ദേശീയ പാതയിൽ മണ്ണിടിച്ചിൽ, ഒരു കുടുംബം മണ്ണിനടിയിൽപ്പെട്ടതായി സൂചന. അടിമാലി ലക്ഷം വീട് ഉന്നതിയിലെ 22 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, വിഷയം രൂക്ഷമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്നും ഒരു കുടുംബം മണ്ണിനടിയിൽപ്പെട്ടതായി സൂചനയുണ്ട്. അത് സ്ഥിരീകരിച്ചോ? എന്താണ് വിശദാംശങ്ങൾ സുബിൻ? ഒരു കുടുംബം വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളത് സ്ഥിരീകരിച്ച വിവരമാണ്. നിലവിൽ ആ വീട് കേന്ദ്രീകരിച്ചാണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അടിമാലിക്ക് സമീപം കൂമ്പൻപാറയിൽ ദേശീയപാതയിലാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ റോഡിന്റെ ഇരുവശങ്ങളിൽ മണ്ണെടുത്തിട്ടുണ്ടായിരുന്നു. ഈ മണ്ണ് ആണ് നിലവിലിപ്പോൾ ഇടിഞ്ഞ് താഴേക്ക് പോന്നിട്ടുള്ളത്. ഈ ദേശീയപാതയുടെ താഴ്ഭാഗത്തായി ഒരു കോളനി ഉണ്ട്, ലക്ഷം വീട് ഉന്നതി. ആ ഉന്നതിയിലെ ആളുകളാണ് നിലവിലിപ്പോൾ ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ഉന്നതിക്ക് മുകൾ ഭാഗത്തായി വലിയ രീതിയിലുള്ള ഒരു വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ഇതിനുശേഷം ഒരു കൃത്യമായ ഇടപെടൽ തദ്ദേശ വകുപ്പിന്റെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടാവുകയും ആളുകളോട് ഇവിടുന്ന് മാറി താമസിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത് പ്രകാരം ആദ്യഘട്ടത്തിൽ 22 കുടുംബങ്ങൾ, ആദ്യം ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ മണ്ണിടിഞ്ഞ് വീഴാൻ സാധ്യതയുള്ള വീടുകളിൽ താമസിക്കുന്ന 22 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 6 മണിക്ക് ശേഷം ഈ കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഈ മണ്ണിടിച്ചിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ വീട്ടിൽ അകപ്പെട്ട ദമ്പതികൾ ഈ ക്യാമ്പിലേക്ക് എത്തിയ ശേഷം തിരികെ ഇവരുടെ എന്തോ രേഖകൾ എടുക്കുന്നതിന് വേണ്ടി തിരികെ എത്തിയതാണ്. ഈ സമയത്താണ് പൊടുന്നനെ ഈ മണ്ണ് ഒന്നാകെ താഴേക്ക് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഏകദേശം ഈ ഭാഗത്തുണ്ടായിരുന്ന 4ഓളം വീടുകളിൽ നിലവിലിപ്പോൾ മണ്ണ് നിറഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ വീടിനുള്ളിൽ കുടുങ്ങിയത് ദമ്പതികളാണ് എന്നുള്ള മനസ്സിലാക്കുന്നത്. അവരെ നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് കൃത്യമായ രക്ഷാപ്രവർത്തനം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉന്നതിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് ചെറിയൊരു വഴിയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് അവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാധ്യത കുറവാണ്. അതായത് ഈ വെളിച്ചം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യം വളരെ പാടുപെട്ടാണ് എത്തിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ അവരുടെ കയ്യിലുള്ള മൊബൈൽ വെളിച്ചവും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ടോർച്ചും ഒക്കെ ഉപയോഗിച്ചാണ് നിലവിലിപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് താഴ്ഭാഗത്തായി ഏകദേശം 40-ലധികം വീടുകൾ കൂടിയുണ്ട്. ഈ വീടുകളിലെല്ലാം തന്നെ ആളുകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഉന്നതിയിൽ ഏകദേശം 60-ലധികം കുടുംബങ്ങളുണ്ട്. അതിൽ 22 കുടുംബങ്ങളെ മാത്രമാണ് ആദ്യഘട്ടമെന്നോളം മാറ്റി പാർപ്പിച്ചിരുന്നത്. ഇതിനു ശേഷമാണ് മറ്റു കുടുംബങ്ങളെ പാർപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ സ്വീകരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ്. ഒരു പ്രതികരണം വന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. അടിമാലിക്ക് സമീപം ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ, പ്രതികരണത്തിലേക്ക്. റോഡിന് മേളിൽ മണ്ണെടുത്തോട്ട് നല്ല വിള്ളലുണ്ട്. ഒത്തിരി കുറേ മേളിൽ മല ഇങ്ങനെ വിണ്ട് കയറി ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ പേടിയാണ്. ഞങ്ങൾ മേളിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ മണ്ണ് വരും എന്നുള്ള ഇതിലാണ് ഞങ്ങളിപ്പോൾ സ്കൂളിലാക്കിയേക്കുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. അത് കണ്ടപ്പോൾ പേടിയാണ്. ശരിക്കും പറഞ്ഞാൽ അതുപോലെ മണ്ണ് ഇടിഞ്ഞിരിക്കണത് മേളിൽ നിന്ന്. ഇനി അത് എത്ര ഉയരത്തിൽ കെട്ടിപ്പൊക്കണം എന്ന് ചോദിച്ചാൽ അത്ര സ്ട്രോങ് ആയിട്ട് കെട്ടിയാലാണ് ഈ താഴെ ഇരിക്കുന്ന വീടുകൾക്ക് ഒരു സുരക്ഷിതത്വം ഉണ്ടാവുള്ളൂ. അത്ര മേല് ഇതായിട്ടാണ് മണ്ണിടിഞ്ഞു വരാൻ ഇനി സാധ്യത കൂടുതലാണ്. ഇവിടെ 22 കുടുംബങ്ങൾ വന്നിട്ടുണ്ട്. ഇടുക്കി അടിമാലിക്ക് സമീപം ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ, ഒരു കുടുംബം മണ്ണിനടിയിൽപ്പെട്ടതായി സൂചന. അടിമാലി ലക്ഷം വീട് ഉന്നതിയിലെ 22 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. സുബിൻ തോമസാണ് വിവരങ്ങൾ നൽകിയത്.